നിൽക്കുകയാണ്. നമുക്കൊന്ന് ഇന്ന് സ്കൂളിൽ പോയാലോ? അപ്പം നമുക്ക് സ്കൂളിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് താഴെ വീണ തീർന്നു കേട്ടോ. താഴെ മുഴുവൻ ചെടിയാണ്. വെള്ളം പൊങ്ങിയപ്പോൾ ഇവിടെ മുഴുവൻ വെള്ളമായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ബാഗ്. അപ്പൊ ഗൈസ് ഇതാണ് എന്റെ കുട. ചേച്ചിയുടെ കുട ബാഗിൽ വെച്ചേക്കുകയാണ്. ഇങ്ങനത്തെ കുട ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണേ. പിന്നെ ഇത് ഞാൻ തുറന്ന് കാണിക്കാം. ഇങ്ങനെ വെച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു ബട്ടനെ പിടിച്ച് ഇങ്ങനെ വെക്കാൻ മതി, ഓണാവും. പിന്നെ നമ്മൾ മടക്കുന്ന സാധനം ഇവിടെ ഇങ്ങനെ കൂട് കൂട്ടി ഇടുന്നുള്ളൂ. അപ്പൊ നമുക്കിത് നമ്മൾ കുടയാണ്, നനയത്തുമില്ല. ഇങ്ങനെ മടക്കി അങ്ങ് വെച്ചാൽ മതി. ഇത് മടക്കണമെങ്കിൽ ഇങ്ങനെ വെച്ച് വേണം മടക്കാൻ. ഇത് നമുക്ക് ഈ കുട നനയത്തില്ല. നമ്മുടെ ബാഗിലൊക്കെ വെക്കാം. ഇത് നീളമുള്ള കുടയാണ്. ഇത് നമുക്ക് ബാഗിൽ നമുക്ക് കൈ പിടിക്കാം. അപ്പൊ ഈ കുട ഇഷ്ടപ്പെട്ടവർ ഉറപ്പായി ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഇതാണ് ഞങ്ങളുടെ ബാഗ്. നോക്കിക്കേ, ഇത് എന്റെ ബാഗ്, ഇതെന്റെ ചേച്ചിയുടെ ബാഗ്. കണ്ടോ? ഇത്രയാണ് ഞങ്ങള് സ്കൂളിൽ കൊണ്ടുപോകുന്നത്. അപ്പൊ ഗൈസ് ഇതാണ് എന്റെ കുപ്പി. അപ്പൊ ഗൈസ് ഇത് ചേച്ചിയുടെ കുപ്പിയാണ്, ഇത് എന്റെ കുപ്പി. ഇതിലാണ് വെള്ളം കുടിച്ചത്. ഇതിനകത്ത് 1 ലിറ്ററൊക്കെ കൊള്ളും. ഇന്ന് ഞങ്ങള് കൊണ്ടുപോകുന്നത് ഒരു റഫ് ബുക്കും ഒരു ബോക്സിൻ്റെ അകത്ത് പേനയും മാത്രമേ ഞങ്ങളിത് കൊണ്ടുപോകുന്നുള്ളൂ. ഇത് ഭയങ്കര വെയിറ്റാണ്. ഫോണൊക്കെ നല്ല കിഴക്കും. ഞാൻ 4ാം ക്ലാസ്സിലും ചേച്ചി 6ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ചേച്ചിയോട് കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, ഇതാണ് ചേച്ചിയോട്. ചേച്ചിക്ക് ബാഗിൽ വെക്കാവുന്ന ടൈപ്പ് കുടയാണ് വാങ്ങിയത്. പക്ഷെ നല്ല വലുതാണ്. അതിൻ്റെ കുടയുടെ ആ ഒരു വീതി ഉണ്ട്. കണ്ടോ? അതേ വീതി തന്നെ ഉണ്ട്. ഇതിന് വിക്സിലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വിക്സില് പറ്റിച്ചു. ഇതിന് വിക്സില്ല. ഇത്രേ ഉള്ളൂ വിക്സില്. വിക്സിൽ എന്തെങ്കിലും ഇല്ല, പറ്റിച്ചു കളഞ്ഞു. അപ്പൊ ഇതാണ് ചേച്ചിയുടെ കുട. നമുക്ക് ചേച്ചിയുടെ കുടയുടെ ഇവിടെ ഒരു ബട്ടനെ പിടിച്ച് ഞെക്കുമ്പോൾ ഇതിങ്ങനെ മടങ്ങി. പിന്നെ കുട എടുത്തങ്ങ് മടക്കി വെക്കും. ഇതാണ് നമ്മുടെ ചേച്ചിയുടെ കുട. അപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങള് കുടയൊക്കെ വാങ്ങിയതാണ്. ചേച്ചിക്ക് ഈ കുടയാണ് വാങ്ങിയത്. ചേച്ചിക്ക് സ്കൂളിൽ പോകുമ്പോൾ കൈ പിടിച്ചുകൊണ്ട് പോകാൻ ബാഗിൽ വെക്കാനായിട്ട് വാങ്ങിയ കുടയാണ്. ഈ കുട ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഞാൻ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ഞാൻ ചെവി അടിച്ചു പിടിക്കും. നമുക്കപ്പോ 9 മണിയാകുമ്പോഴാണ് സ്കൂളിലേക്ക് പോകേണ്ടത്. 9 മണിയാകുമ്പോഴായിരുന്നു സ്കൂളിൽ പോകേണ്ടത്. ഇപ്പൊ 9:06. ഭയങ്കര ലേറ്റ് ആയി പോയി. അമ്മ ഒരുങ്ങുകയാണ്, അച്ഛൻ കുളിക്കുകയാണ്. അപ്പൊ ഗൈസ് എൻ്റെ മുടി വെട്ടിയിരുന്നു. ഇന്നലെ ഞാൻ കുടയൊക്കെ വാങ്ങാൻ ആ സമയം കണ്ടോ, ഈ സൈഡും പിന്നെ കുറേശ്ശെ 2-3 വെട്ടി. എൻ്റെ പുറയിലത്തെ വാലൊക്കെ വെട്ടിക്കളഞ്ഞ്. ഇതൊക്കെ വെട്ടി കുറേ വെട്ടി. പിന്നെ എനിക്ക് ഇത്ര ഉണ്ടായിരുന്നു, ഇത്രയും വെട്ടിക്കളഞ്ഞ്. ഞാൻ എല്ലാം പിങ്ങാണ്, പക്ഷെ വാള മാത്രം പിങ്ങാൻ പറ്റില്ല. നിങ്ങൾക്ക് വാങ്ങിത്തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉടനെ തന്നെ വാങ്ങിത്തരുക. ഇതെനിക്ക് സ്കൂളിൽ ചെന്നിട്ട് പിള്ളേരെ കുത്താനുള്ള കമ്പാണ്. കണ്ടില്ലേ? ഇത് വെച്ച് ഞാൻ കുത്തും. അപ്പൊ ഗൈസ് നമുക്കൊന്ന് സ്പ്രേ അടിച്ചിട്ട് ഇറങ്ങാവേ. ഇത്തിരി മണമൊക്കെ ഇരിക്കട്ടെ. സ്പ്രേ ഇല്ലേ? ആ ഉണ്ട്. നെക്സ്റ്റ് ഓർമ്മി ഇല്ലേ? അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ ഒരുങ്ങിക്കഴിഞ്ഞ്. അപ്പോൾ ഇതാണ് എൻ്റെ അച്ഛൻ്റെ മേക്കപ്പ് ചെയ്യുകയാണ്. നോക്കിക്കേ.
അപ്പൊ കൂട്ടുകാരെ, നമ്മളിപ്പോ സ്കൂളിലേക്ക് പോകാൻ നിൽക്കുകയാണ്. നമുക്കിനി സ്കൂളിലേക്ക് പോയാലോ? അപ്പോൾ ഗൈസ്, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. നമുക്കിനി സ്കൂളിലേക്ക് പോകാം. അമ്മ വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മളിതാ കാറിൽ കയറി ഇരിക്കുന്നു. നമുക്കിനി വണ്ടിയിൽ വിട്ട് പോകാം. നമുക്കിനി സ്കൂളിലേക്കാണ് പോകേണ്ടത്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ബൈ ബൈ പറഞ്ഞു ഗൈസ്. അപ്പം നമ്മൾ വീട്ടിൽ നിന്നും ബൈ ബൈ പറഞ്ഞിരിക്കുന്നു. ടാറ്റ ബൈ ബൈ വീടേ. നമ്മളിനി നേരെ സ്കൂളിലേക്കാണ് പോകുന്നത്. സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ്. നമുക്കിനി സ്കൂളിലേക്ക് പോകാം. അപ്പം നമുക്ക് സ്കൂളിലേക്ക് പോകാമേ. നമ്മളിങ്ങനെ കുറേ ദൂരം പോകണം. കുറച്ച് അങ്ങ് പോയാൽ മതി. ഞങ്ങളുടെ കൂടെ തിരുവാതിരയ്ക്ക് വരുന്ന ചേച്ചികളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, പ്ലാസ്റ്റിക് ഞങ്ങൾ തിരുവാതിരയ്ക്ക് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പൂവ് എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് സ്കൂളിൽ പോവുകയാണ്. എന്തെല്ലാം തരം തട്ടിപ്പുകളാണ്. അങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് എത്താറായിരിക്കുന്നു. തൊട്ടടുത്താണ് കേട്ടോ സ്കൂള്. നമുക്കിപ്പോൾ ഇത് പോകുന്ന വഴിയാണ്. നമുക്ക് വേണം സ്കൂട്ടറെ വരെ വരാം. അത്ര കുറച്ച് ദൂരമേ ഉള്ളൂ നടന്ന്. അപ്പോൾ ഗൈസ്, നമ്മൾ സ്കൂളിൽ എത്തിയിരിക്കുന്നു ഗൈസ്. ഇനി ഒരു ശകലം കൂടി പോകണം. ഇതാ അതിൻ്റെ അടുത്തുള്ള അംഗനവാടി. പിന്നെ കുറേ പിള്ളേരൊക്കെ പോകുന്നുണ്ട് സ്കൂളിലേക്ക്. ഇതേണ്ട ഇവിടാണ് എൻ്റെ സ്കൂള് എത്തിയിരിക്കുന്നു. അവിടെ ഉള്ള ഒരു ചെറിയൊരു ഓഡിറ്റോറിയം, ഇവിടെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നതാണ് ഈ ഓഡിറ്റോറിയത്തിൽ. ഇവിടാണ് ഞങ്ങൾ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. ഇത് എൻ്റെ സ്കൂള് എത്തിയിരിക്കുന്നു. ഇതാണ് എൻ്റെ സ്കൂള്. കൺമണി സ്കൂളിലേക്ക് പോകാൻ പോവാണ്. ബൈ ബൈ, സീ യു. നീ വരുന്നില്ലേ? ഇതാണ് എൻ്റെ സ്കൂള്, SNVLPS. നമുക്ക് പോകാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ കൺമണിയെ സ്കൂളിൽ വിട്ട് ഇവിടെ നിന്ന് ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് എൻ്റെ സ്കൂളിലേക്ക് പോകാം. ഇതാണ് കൺമണിയുടെ സ്കൂള്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. ഇത് 100% ആണ്. ഹലോ ഗായ്സ്, അപ്പോഴത്തേക്കും നമ്മൾ സ്കൂളിലേക്ക് എത്താറായിട്ടുണ്ട്. എൻ്റെ പുതിയ സ്കൂളാണ്. ഇതാണ് എൻ്റെ സ്കൂള്. കണ്ടോ, ഹരിപ്പാട് ഗേൾസിലാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. എൻ്റെ പുതിയ സ്കൂളാണിത്. ഞാൻ ആദ്യമായിട്ടാണ് സ്കൂളിലേക്ക് വരുന്നത്. ഇവിടെ നിറച്ച് വണ്ടിയാ. ഇതാണ് ഹരിപ്പാട് ഗേൾസ്. പ്രയത്നത്തിനാൽ ഈ സ്കൂളിനെ ഏറ്റവും മനോഹരമായി ഒരുക്കി